സീതടത്തിയേ പറഞ്ഞോ കലമോളെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ പഠിക്കാൻ പോകുന്നത്? കലമോള് മിടിക്കുകയല്ലേ. കുട്ടിമണിയുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളിലും പൊട്ടിച്ചിരികളിലുമായിരുന്നു വയലോരം വീടിന്റെ സന്തോഷം. എന്നാൽ മരിച്ചുപോയ അച്യുതക്കുറുപ്പിനെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പലരും കാണുന്നു എന്ന വാർത്ത ശാരദയ്ക്കും സുഭദ്രയ്ക്കും ആശങ്ക ഉണർന്നു. അച്ചൂട്ടനെയോ? ആ, കുറുപ്പേട്ടനെ തന്നെ. ഒരാളല്ല, പലരും കണ്ടു. എനിക്കെതിരെ ഇനി വന്ന തീർത്ത് കളയും. മാണിക്യമംഗലത്തും വയലോരം വീട്ടിലും മതികലയെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കാത്ത രീതിയിലേക്ക് മതികല മുറിച്ചുവിടും. സീതടത്തി, ഈ കത്തിക്ക് ഒരു വശം മാത്രമേ മൂർച്ചയുള്ളൂ. പക്ഷെ മതികല അങ്ങനെ അല്ല. തുടർന്ന് കാണുക. ഇവിടെ മതി, ഇവിടെ മതി. എത്രയായി? 80. ബാക്കി വെച്ചോ. പൊട്ടി തട്ടിപ്പോയോ? അതോ പൊട്ടിയുടെ പഠിത്തം കാണാൻ ഇന്നലത്തെ പോലെ ആള് കൂടിയതാണോ? നോക്ക്, ഇത് കണ്ടോ? പാന്റ്, ഷർട്ട്, കോട്ട് എങ്ങനെയുണ്ട്? കൊച്ചുമരുമോള് കണ്ടോ? കുട്ടിമണി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. പിന്നല്ലാതെ മൂത്ത മരുമോള് മുടിയും കൂടി ചെയ്യി കൊടുത്തപ്പോ കുട്ടിമണി വലിയ ഫാഷൻകാരിയായി. നല്ല ഭംഗിയുള്ള ഡ്രസ് അല്ലയോ? അതിപ്പോ കാണാൻ കൊള്ളാവുന്നവർ ഏ ഡ്രസ് ഇട്ടാലും ആ ഡ്രസ്സിന്റെ ഭംഗി വർദ്ധിക്കും. അമ്മേ, ഇതാരമ്മ എന്റെ ഡ്രസ് എടുത്ത് കൊടുത്ത്? അതെന്നോടൊന്ന് ചോദിക്കാൻ പോലും ചെയ്യാതെ. അതിപ്പോ ഒരു തുണിയല്ലേ കൊച്ച്, സ്വർണ്ണാഭരണങ്ങളൊന്നും അല്ലല്ലോ. കുട്ടിമണി ഒരാശ പറഞ്ഞു, സീത എടുത്തു കൊടുത്തു. തെറ്റായോ കലമോളെ? അത് ഞാൻ പറയാതെ തന്നെ സീതടത്തേക്ക് ഇപ്പൊ ബോധ്യായി കാണുമല്ലോ. എന്റെ ഈശ്വര, ഈ പെണ്ണ് കാരണം ഓരോ ദിവസം ഓരോ കുഴപ്പമാണല്ലോ. ഊരടി അതിങ്ങോട്ട്. കുറച്ചേരം കൂടി ഇട്ടോട്ടെ. മര്യാദക്ക് ഊരി കൊടുത്തോ നീ, അല്ലെങ്കിൽ ഞാൻ വടിയെടുക്കും. ഊരാൻ പറഞ്ഞ കുട്ടിമണി ഇല്ല. എന്നതാ ശാരദാമ്മ ഇത്? കുട്ടിമണി അതിട്ടോണ്ട് നിക്കട്ടെ. കാണാൻ നല്ല ശേലുണ്ടായി. ആ, നല്ല ശേല്. എന്റെ പൊന്നു ശാന്ത, എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. ഇപ്പൊ നമ്മക്കായി കുറ്റം. ഞങ്ങളങ്ങ് പോയേക്കുവാണേ. കുട്ടിമണിയുടെ പറഞ്ഞത് ഉടുപ്പൂരെ. ഇവിടെ വെച്ചാണോ ഉടുപ്പൂരുന്നത്? അകത്ത് പൊടി. മതിയെ പുറത്തെങ്ങും കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തതേ ഉള്ളൂ. പുറത്തെന്താ കഥകളി നടക്കുന്നു? അയ്യോ എന്റെ പൊന്നേ, ഭർത്താവ് വരുന്ന നോക്കി ഭാര്യയെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞത്. ഭർത്താവ് ആദ്യം ഭാര്യയുടെ ക്ഷേമം കൃത്യമായി നടത്തും. എന്നിട്ട് മതി കാത്തുനിപ്പും കെട്ടിപ്പിടുത്തമൊക്കെ. എന്ത് പറ്റി മതി? എന്താ സുഖമില്ലേ? ഈ വീട്ടിൽ എനിക്ക് എന്നാ സുഖം ഉള്ളത്? വേണ്ടായിരുന്നു ഈ നശിച്ച കല്യാണം. മതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളൊന്നും ചെയ്തില്ലായിരിക്കാം, പക്ഷെ ചെയ്യാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. മതി പ്ലീസ്, എന്നെ ഭ്രാന്തനാക്കാതെ കാര്യം പറയേ. ഞാൻ ഇന്ന് മാണിക്യമംഗലത്ത് പോകുന്ന കാര്യം രവിയേട്ടനോട് പറഞ്ഞില്ലേ? പൊക്കോളം ഞാൻ പറഞ്ഞല്ലോ. തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ട കാഴ്ച. എന്താ?
എന്റെ വില കൂടിയ ഡ്രസ് ഇട്ട് കുട്ടിമണി നിൽക്കുന്നു. കാണാനും കൈയടിക്കാനും കുറെ ആൾക്കാരും. എന്റെ മതിയുടെ ഡ്രസ്സൊക്കെ ആ പെണ്ണെടുത്തിട്ടോ? ആരെടുത്തു കൊടുത്തു? എടുത്തു കൊടുക്കാനാണോ ഇവിടെ ആളില്ലാത്തത്? ആ സീതയെടുത്തിയാവും. സാരിയും വാരി ചുറ്റി നടക്കുന്ന ആ മുതുക്കിക്ക് എന്നോടുള്ള ചൊരുക്ക് ഇങ്ങനെയൊക്കെയല്ലേ തീർക്കാൻ പറ്റൂ? എന്നാലും എന്തൊരു വൃത്തിയാണ് കാണിച്ചത്. നമ്മളില്ലാത്തപ്പം നമ്മുടെ മുറിയിൽ കയറുക, മതിയുടെ ഡ്രസ്സൊക്കെ എടുക്കാന്ന് വെച്ചാ. രവിയേട്ടനെ അവരങ്ങനെ കണ്ടിട്ടുള്ളൂ. അതാ, ചുമ്മാ നിന്ന് കൊമ്പ് കുലുക്കിയിട്ടൊന്നും കാര്യമില്ല. ആണുങ്ങളെ പോലെ നട്ടല് നിവർത്തി നിന്ന് കാര്യം പറയാൻ പഠിക്കണം. നിങ്ങൾക്ക് ഈ ചാട്ടയുള്ളെന്ന് എല്ലാവർക്കും അറിയാം. അതാ കാശിന് 16 നിങ്ങളെല്ലാവരും കാണുന്നത്. എനിക്കിനി ഇത് വേണ്ട. എന്റെ അമ്മ എനിക്കിത് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്ന ഡ്രസ്സായിരുന്നു. എനിക്ക് ഒരുപാട് സെന്റിമെന്റ്സ് ഉള്ളത്. എന്നാലും ഞാനിത് വേണ്ടെന്ന് വെക്കുക. ഇനി ഇത് ഇട്ടാൽ എനിക്ക് ചൊറിയും. എന്നാ കൊണ്ടുപോയി നിങ്ങളുടെ പെങ്ങക്ക് കൊടുക്ക്. അല്ലെങ്കിൽ രവിയേട്ടൻ ഇട്ടോണ്ട് നടന്നോ. രവിയേട്ടന്റെ സ്വഭാവത്തിന് ഇതൊക്കെയാ നല്ലത്. ഒരു കാര്യം ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞേക്കാം. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു ദിവസം ഞാൻ എന്റെ ബാഗും എടുത്ത് എന്റെ വീട്ടിലേക്ക് അങ്ങ് പോകും. എന്റെ വീടിന്റെ വാതിൽ രവിയേട്ടന്റെ മുമ്പിൽ പിന്നെ തുറക്കത്തുമില്ല. നഷ്ടം അത് രവിയേട്ടന് മാത്രമായിരിക്കും. ഓർത്തോണം. എന്റെ കൊച്ചേ, ഉള്ള പച്ചപ്പയറെല്ലാം കൂടി തിന്നിട്ട് ഇത്തിരി കഴിയുമ്പോ അമ്മ വയറ് വേദനിക്കുന്നു പറഞ്ഞ് അങ്ങോട്ട് വന്നേക്ക്. ഇതിനെ എന്തിനാ പച്ചപ്പയറെന്ന് പറയുന്നത്? ഇത് നീളമുള്ള പയറല്ലേ? പച്ച നിറമുള്ളതുകൊണ്ട് പച്ചപ്പയർ. ഉദാഹരണത്തിന് പച്ച നിറമുള്ള ഇല പച്ചില, പച്ച നിറമുള്ള തത്ത പച്ചത്തത്ത, പച്ച നിറമുള്ള പയറോ പച്ചപ്പയറ്. അപ്പഴേ ഈ പച്ച വെള്ളത്തിന് പച്ച നിറം അല്ലല്ലോ. അത് അമ്മേ, അമ്മേ, അമ്മേ. എന്താ രവി? മനുഷ്യൻ ഒരു രീതിയിൽ സ്വസ്ഥത തരത്തില്ല അല്ലേ? എന്താ മോനെ? ഇവളെന്തിനാ മതിൽ ഉൾപ്പെടുത്തിട്ടെ? ആരോട് ചോദിച്ചിട്ടെടുത്തേ? മോനെ, അവളുടെ ആഗ്രഹം കൊണ്ടല്ലേ, ഒരു അബദ്ധം പറ്റിയതല്ലേ. എന്തോന്ന് ആഗ്രഹം, എന്തോന്ന് അബദ്ധം? വല്ലവരുടെ മുറിയിൽ അതിക്രമിച്ച് കയറി അവരുടെ ഡ്രസ് എടുക്കുന്നതാണോ ആഗ്രഹം? അതിന് വേറെ പേരാ തെമ്മാടിത്തരം. വല്ലവന്റെ മുറിയിലാണോ വന്നത്? നിന്റെ മുറിയിലല്ലേ മോനെ? ബന്ധം പറഞ്ഞ് എന്ത് തോന്നിയ കാണിക്കാന്നാണോ? അത് കാണാനും കൈയടിക്കാനും വേറെ ചിലരും. ഒന്നേ ഇട്ടുള്ളൂ കുഞ്ഞേട്ടാ. മിണ്ടരുത് നീ. നിന്റെ പല്ലടിച്ച് പറിക്കും ഞാൻ. കൊണ്ടുപോയി തിന്നെ. ആർത്തി പണ്ടാരം. തീറ്റ കണ്ടാലും തുണി കണ്ടാലും ആർത്തിയാ, ഒടുക്കത്തെ ആർത്തി. ഇവളിട്ട് നാറിയ ഡ്രസ്സിന് മതിക്ക് വേണ്ട. മതിക്ക് ഞാനേ പുതിയത് വാങ്ങി കൊടുത്തോളാം. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? കുട്ടിമണി ഒന്ന് ഇട്ടെന്ന് വെച്ച് എന്താകാനാ? മതിക്ക് അത് ഇഷ്ടമല്ല. ഇനി മതിക്ക് പ്രശ്നമില്ലെങ്കിൽ തന്നെ എനിക്ക് പ്രശ്നമുണ്ട്. എന്റെ ഭാര്യയുടെ ശരീരത്ത് വേറൊരാളുടെ വിയർപ്പ് വേണ്ട. ആ വിയർപ്പ് പറ്റിയ ഡ്രസ്സും വേണ്ട. രവി, ഇത് ഇത്ര വലിയ പ്രശ്നമാക്കണോ? കുട്ടിമണിയുടെ അറിവില്ലായ്മയല്ലേ? ഇത്രയൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി കുട്ടിമണിക്കില്ലല്ലോ. സീതേച്ചി, ചുമ്മാ കുട്ടിമണിയുടെ സൈഡ് പിടിക്കാൻ നിൽക്കല്ലേ. സീതേച്ചിയുടെ ബലത്തിലാ പെണ്ണ് ഇത്രയും കിടന്ന് നിഗളിക്കുന്നത്. എന്റെ രവി, നീ ഒന്ന് അടങ്ങ്. ഇനി നിങ്ങളുടെ മുറിയില് കുട്ടിമണി കയറാതെ ഞാൻ നോക്കിക്കോളാം. അയ്യോ, അമ്മ അങ്ങനെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട. നല്ലൊരു താഴും താക്കോലും ഞാൻ വാങ്ങിയിട്ടുണ്ട്. മതിയും ഞാനും ഇവിടെ ഇല്ലാത്തപ്പോ മുറി പുറത്തുനിന്ന് അങ്ങ് പൂട്ടിയിട്ടോളാം. വിലപിടിപ്പുള്ള ഡ്രസ്സ് മാത്രമല്ല, ഒരുപാട് ആഭരണങ്ങളും ഉണ്ട് മുറിയില്. ആരൊക്കെ എന്തൊക്കെ തപ്പാൻ കയറുന്നുണ്ടെന്ന് ആർക്കറിയാം.
ശാരദേ, ഞാനിവിടെ ഇരിക്കുന്ന നീ കണ്ടില്ലേ? അച്ചൂട്ടൻ എവിടെ ഇരിക്കുന്നത്? നാത്തൂനെ, അച്ചൂട്ട, 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 അച്ചൂട്ട. ശാരദേ, എന്താ ശാരദേ? ശാരദ എന്താണെന്ന്? നാത്തൂനെ, എന്റെ അച്ചൂട്ടൻ ഞാനിവിടെ കണ്ടു. ചുമ്മാ നിനക്ക് തോന്നിയതായിരിക്കും. അല്ല നാത്തൂനെ, ഞാൻ കണ്ടതാ. എന്നോട് മിണ്ടി. പരുത്തിക്കാവിലമ്മേ, എനിക്ക് മാത്രം ഒന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ. ശാരദ പണ്ടത്തെ പോലെ തന്നെയാണോ അതോ നന്നായിട്ടുണ്ടോ? ആ, ഇനിയിപ്പം നന്നായിട്ടിരുന്നെങ്കിൽ എന്ത്, ഇരുന്നില്ലെങ്കിൽ എന്ത്? അച്യുതൻ വന്നു, ഉറപ്പാ. അച്യുതൻ തേക്കുന്ന അതേ കാച്ചമ്മയുടെ മണം. നാളെ തന്നെ ആ കണിയാനെ ഒന്ന് വരുത്തണം ശാരദ. അച്യുതൻ ഇങ്ങനെ വരുന്നതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ അച്യുതൻ എന്തെങ്കിലും വിഷമം കാണും, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും പറയാൻ കാണും. ചിപ്പി അല്ല കുട്ടിമണി, ഇത് കവടിയാ. കാവടിയാ? കാവടിയല്ല, കവടി. കബഡി? കബഡി 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 കബഡി. എന്നത്തില്ല. കർക്കിടകം വന്നത് കുംഭം. കുഴപ്പമാണല്ലോ ബാല, കുഴപ്പമാണല്ലോ ശാരദാമ്മേ. എന്നതാ എന്നതാ പറയ്. കുറുപ്പൊട്ടും തൃപ്തനല്ല, എങ്ങും അടങ്ങി ഇരുന്നിട്ടുമില്ല. എന്നുവെച്ചാ തീ പിടിച്ച കാറ്റുപോലെ കുറുപ്പിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അലഞ്ഞു തിരിയാന്ന് വെച്ചാ അച്ഛനീ വീട്ടിൽ തന്നെ ഉണ്ടോ? ആത്മാവിന്റെ കാര്യമല്ലേ, 14 ലോകത്തിലും പോകാമല്ലോ. അയ്യോ, എന്നെ കാണാതെ പോയ പൂച്ചക്കുഞ്ഞിനെ അച്ഛൻ അവിടെ എങ്ങാനും കണ്ടുവന്നോ? മിണ്ടാതിരിക്കേ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? അതെ, എന്റെ അച്യുതൻ എങ്ങനെ അലഞ്ഞു തിരിയാനൊന്നും പറ്റത്തില്ല. പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്യണം. അതെന്താണെന്ന് പറഞ്ഞ? ഗുളികന്റെ സാന്നിധ്യം മൊത്തത്തിൽ കാണുന്നുണ്ട് ബാല. പനിയുടെ ഗുളിയാണോ? മൊത്തത്തിൽ അങ്ങ് മിഴിഞ്ഞാ മതി, അല്ലെങ്കിൽ പൊടിച്ചു തിന്നണം. ഞാൻ എങ്ങനെയാ തിന്നുന്നേ? കുട്ടിമണി ഒന്നും മിണ്ടാതിരുന്നേ. കുറുപ്പിന് ഒരു വാസസ്ഥലം വേണം, ഒരു ഇരിപ്പിടം, സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാനേ. എന്റെ അച്ഛക്ക് നല്ലൊരു കസേര വേണം, ചാരി കിടക്കാന് നല്ലൊരു ചാരി കസേര. എന്റെ കുട്ടിമണി നിന്നോട് ഞാൻ വായടക്കാൻ പറഞ്ഞു. ഒരു കുരിയാല കെട്ടണം ബാല. അച്ഛനെ സങ്കല്പിച്ച് ഒരസ്ഥിത്തറ, എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുകയും വേണം. അതോടെ കുറുപ്പ് തത്കാലം ഒന്ന് സ്വസ്ഥനാകും. ആവണം. മൊത്തത്തിൽ ചില അനർത്ഥങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് സൂക്ഷിച്ചോ എല്ലാവരും. ഞാൻ പറഞ്ഞ കാര്യം, കുറുപ്പിന്റെ അസ്ഥിത്തറയുടെ കാര്യമേ ഇന്ന് തന്നെ ചെയ്യുക. പറ്റിയ ഇന്ന് മൂവന്തിക്ക് തന്നെ വിളക്കം കത്തിച്ചു തുടങ്ങുക.
എത്രയായി? 100. മതി. രവിയേട്ടനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മിണ്ടാതെ വന്നിങ്ങനെ കേറി പിടിക്കരുതെന്ന്. അത് പിന്നെ മതിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെന്ന് കരുതി. അതിനായിരുന്നോ? എങ്കിൽ പിന്നെ എന്റെ പുറകിൽ കൊണ്ടുവന്നൊരു നാടൻ ബോംബങ്ങ് പൊട്ടിക്ക്. ഭയങ്കര സർപ്രൈസ് ആയനെ. അല്ലെങ്കിൽ തന്നെ ഇവിടെ നടക്കുന്ന സർപ്രൈസുകൾ കാരണം മനുഷ്യൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുക. ഇവിടെ സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതല്ലേ രസം. ഇവിടെ ഇപ്പോ രവിയേട്ടന്റെ അച്ഛനാണല്ലോ താരം. അച്ഛൻ ഉറങ്ങാത്ത വീടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അച്ഛൻ കറങ്ങി നടക്കുന്ന വീടെന്ന് ആദ്യമായിട്ട് കേൾക്കുക. എന്താ മതി? ഇന്നലെ രാത്രി അടുക്കളപ്പുറത്ത് അമ്മ അച്ഛനെ കാണുന്നു. അതിന്റെ പേരിൽ ഇന്ന് രാവിലെ നടുമുറ്റത്ത് കണിയാന്റെ വക വെളിപാട്. രവിയേട്ടന്റെ അച്ഛനെ ഒരു ഇരിപ്പിടം വേണമെന്ന് വെളിപാടുകാരന്റെ വക അരുളപ്പാട്. നിന്ന നിപ്പിൽ ഒരൊറ്റ പകലുകൊണ്ട് ദേ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കുന്തം. എന്ത്? രവിയേട്ടന്റെ അച്ഛനെ കുടിയിരുത്താനായിട്ട് ഒരു കുന്തം ഉണ്ടാക്കി വെച്ചെന്ന്. ഒരു കല്ലറ. ആ, അസ്ഥിത്തറ. ആ, എന്നതാണേലും സംഗതി തറയാ. തെളിച്ചു പറ മതി. എന്റെ രവിയേട്ടാ, ഇതൊക്കെ എന്ത് അന്ധവിശ്വാസങ്ങളാ? ആത്മാവ്, കുന്തം, കുടച്ചക്രം. മനുഷ്യനെന്ന് പറയുന്നത് എന്താ? ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്താ കുറെ കാലം ഓടുന്ന ഒരു യന്ത്രം. അതിന്റെ കാലാവധി തീരുമ്പോ പല രീതിയിൽ അത് അടിച്ചങ്ങ് നിൽക്കും. നമ്മള് പിന്നെ ചത്തുപോയ ശരീരത്തെ കത്തിച്ചോ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യും. അതുകൂടാതെ ആത്മാവ്, പ്രേതം, ബാധ. അല്ല മതി, ഈ ആത്മാവൊക്കെ ഉള്ളതല്ലേ? അന്ന് തന്നെ കുട്ടിമണിയെ രക്ഷിച്ചിവിടെ കൊണ്ടുവന്നത് എന്റെ അച്ഛന്റെ ആത്മാവല്ലേ? എങ്കിൽ പിന്നെ രവിയേട്ടൻ ഒരു കാര്യം ചെയ്യും. അച്ഛന്റെ ആത്മാവിനോട് പറ ആ ബാങ്ക് ലോണങ്ങ് അടച്ചു തീർക്കാൻ. അല്ലെങ്കിൽ ചെന്ന് ആ മാനേജരെ പേടിപ്പിച്ച് ജപ്തി ഒഴിവാക്കിയാലും മതി. എന്റെ രവിയേട്ടാ, കുട്ടിമണിക്ക് ബുദ്ധിയില്ലെന്ന് പറയാം. രവിയേട്ടനോ? ഇവിടുത്തെ മറ്റുള്ളവർക്കോ? അമ്മയൊക്കെ അച്ഛനെ കണ്ടു എന്ന് പറയുന്നത് വെറും ഹാലുസേഷനാ, മായക്കാഴ്ചകള്. അതിന് വീട്ടുമുറ്റത്തൊരു സ്മാരകവും. ഷേ, എനിക്കിതൊക്കെ കണ്ടിട്ടെ ചിരിക്കാനാ തോന്നുന്നത്. ചത്തുപോയവർക്കാർക്കും കർമ്മം ചെയ്ത പാരമ്പര്യം ഞങ്ങളുടെ വീട്ടിലില്ല. ജീവിച്ചിരിക്കുമ്പോഴേ ഓരോന്നിനെ കൊണ്ട് പാട്. അപ്പോഴാ ചത്തു കഴിഞ്ഞിട്ട് കൂടി താങ്ങാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്നതേ രവിയേട്ടന് വേണ്ടിയാ. രവിയേട്ടനാ വീട്ടിലെ ഇളയാള്. നാട്ടുനടപ്പനുസരിച്ച് നാളെ ഈ വീട് രവിയേട്ടനുള്ളതാ. നമ്മളെന്തായാലും ഇതും വാരി പിടിച്ച് ഇവിടെ തന്നെ നിൽക്കാൻ പോകുന്നില്ലല്ലോ. ഭാവിയിൽ നമ്മളിത് വിൽക്കുമ്പോ ഇത്തരം അസ്ഥിത്തറയും വച്ചാരാധനയൊക്കെ സ്ഥലത്തിന്റെ വില കുറയ്ക്കും. അതാ പറഞ്ഞത്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. എന്തായി ബാലേട്ടാ, അടിച്ചോ? ഇത് തന്നവനെ അടിക്കണം. എടോ, നമുക്കൊന്നും ലോട്ടറി അടിക്കത്തില്ലടോ. എന്തിനാ ഇപ്പൊ ലോട്ടറി അടിക്കുന്നത്? അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യം ദൈവം ബാലേട്ടിന് തന്നിട്ടില്ലേ? പിന്നെന്താ? പിന്നെ ഇവിടെ ലോട്ടറി അടിക്കുന്നതല്ല കൈയും കാലും തലയില്ലാത്തവർക്കാണല്ലോ. ഒന്ന് പോടോ. എന്നല്ല ബാലേട്ടാ, ദൈവത്തിന്റെ നോട്ടത്തിൽ അവർക്കതിന്റെ ആവശ്യം കാണും. അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ദൈവവും മനുഷ്യരെല്ലാം തലതിരിഞ്ഞാണല്ലോ. ഗണപതിയെ കുമ്പിട്ട് തേങ്ങ ഉടച്ചിട്ട് ആനയെ തല്ലി തടി പിടിപ്പിക്കുന്നതാ ലോകം. ആഹാ, ബാലേട്ടൻ രാവിലെ വിപ്ലവത്തിന്റെ വഴിയിലാണല്ലോ. പരസ്പരം ഒട്ടും യോജിക്കാത്ത ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. തൽക്കാലം അതേപ്പറ്റി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പോയി കുളിച്ച് കടയിൽ പോവാൻ നോക്ക്. ചായ കുടിക്ക്. കടുപ്പം അത്ര പോരെന്ന് തോന്നല്ലോ. കീറിയിട്ട വിറകെല്ലാം മഴയത്ത് കിടന്ന് കുതിർന്നു. ഗ്യാസും തീർന്നിരിക്കുക. നനഞ്ഞ വിറക് വെച്ച് ഊതി ഊതി മനുഷ്യന്റെ കണ്ണീന്ന് വെള്ളം വന്നു. അങ്ങനെ കഷ്ടപ്പെട്ടൊരു കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പം അതിന് കടുപ്പം ഇല്ലെന്ന്. ഓ, ഇതാ ഇപ്പൊ കടുപ്പമായത്. പിന്നെ കാപ്പി ഒരുപാട് കുടിക്കുന്ന ഈ ശീലം മാറ്റിക്കോണേ. അതത്ര നല്ലതല്ല. ബാലേട്ടൻ ഇവിടെ കട്ടൻ കാപ്പി കുടിച്ച് വലിയ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവാണോ?
ഞാൻ പിന്നെ എന്ത് വേണോടാ, ഇവിടെ തലയും കുത്തി നിൽക്കണോ? തലയും കുത്തി നിൽക്കണ്ട, പകരം തോർത്ത് വിരിച്ചിരിക്കേണ്ടി വരും. ഇവിടെയല്ല, കവലയില്. പിന്നെ കാപ്പി ഒരുപാട് കുടിക്കുന്ന ഈ ശീലം മാറ്റിക്കോണേ, അതത്ര നല്ലതല്ല. കാപ്പിയില് കഫീനുണ്ട്. എന്ത് ഫീൻ? കഫീൻ. അത് അധികമായി ശരീരത്തിൽ ചെന്ന ഹൃദയത്തിന് കേടാ, ക്യാൻസർ ഒക്കെ വരുത്തും. ഓ, കഫീൻ എന്ന് പറയുന്നവൻ അത്ര വലിയ പ്രശ്നക്കാരനാണോ? ബാലേട്ടൻ കളിയാക്കൊന്നും വേണ്ട, ഞാൻ കാര്യമാ പറഞ്ഞത്. തന്റെ ഈ സംസാരവും മട്ടും മാതിരിയൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഒരു കാര്യം ഓർക്കാറുണ്ട്. എന്താ? താൻ ഈ വയലോരം വീട്ടിലെ പലചരക്കടക്കാരൻ ബാലേന്ദ്രന് കട്ടൻ കാപ്പിയും കപ്പപ്പുഴുക്കും ഒക്കെ ഉണ്ടാക്കി തരേണ്ടവളല്ലെന്ന്. പിന്നെ താൻ ഒരു ഡോക്ടർ ആവേണ്ടവളായിരുന്നു. പിന്നെ ഡോക്ടർ ഒന്ന് പോ ബാലേട്ട. അല്ലെന്നേ, സത്യമാ. ഇനി തന്റെ അമ്മയും അമ്മാവനെയൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, തന്നെ എന്താ മെഡിസിന് വിടാത്തെന്ന്. ബാലേട്ടൻ ഇവിടെ കട്ടൻ കാപ്പി കുടിച്ച് വലിയ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവാണോ? ഞാൻ പിന്നെ എന്ത് വേണോടാ, ഇവിടെ തലയും കുത്തി നിൽക്കണോ? തലയും കുത്തി നിൽക്കണ്ട, പകരം തോർത്ത് വിരിച്ചിരിക്കേണ്ടി വരും. ഇവിടെയല്ല, കവലയില്. മനസ്സിലായില്ല. എല്ലാം മനസ്സിലാക്കാനേ ഇനി മുമ്പിലുള്ളത് വെറും 15 ദിവസമാ. 15 ദിവസം. ഇന്ന് ആ ബാങ്ക് മാനേജർ എന്നെ തിരക്കി വന്നിരുന്നു. ബാലേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, ഇപ്പോഴേ എല്ലാം അടുക്കിപ്പറക്കി വെച്ചോളാൻ പറഞ്ഞു. കൃത്യം 30 ദിവസം കഴിയുമ്പോൾ ബാങ്ക് കനിവ് കാട്ടിത്തന്ന അവധി തീരുന്നതിന്റെ പിറ്റേ ദിവസം മാനേജറും ചെണ്ടക്കാരും ഇങ്ങ് വരും. അന്നേരം ഞഞ്ഞാപിഞ്ഞാ പറയാൻ നിൽക്കാതെ ഇറങ്ങിക്കോണമെന്ന്. ബാലേട്ടനെ നേരിൽ കണ്ട് പറയാനായിട്ട് അങ്ങേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്താ ബാലേട്ടന്റെ ഉദ്ദേശം? ഞാൻ തന്ന 75,000 രൂപയല്ലാതെ 10 രൂപ ബാലേട്ടൻ ബാങ്കിലടച്ചോ? ഇക്കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച അമ്മയോട് പറഞ്ഞായിരുന്നു. അമ്മ ബാലേട്ടനോട് പറയില്ലാന്ന് എനിക്കറിയാം. അത്രയ്ക്ക് അലിവാണല്ലോ അമ്മയ്ക്ക്. കച്ചവടമൊക്കെ മടുപ്പ രവി, പോരെങ്കി മഴക്കാലവും എന്ന് നമുക്ക് ബാങ്കുകാരോട് പറയാൻ പറ്റൂ ബാലേട്ട? കാശുണ്ടാക്കാനുള്ള വഴി നോക്കണം. ഇല്ലെങ്കിലേ അച്ഛന്റെ അസ്ഥിത്തറയൊക്കെ പുറമ്പോക്കിലാവും. ഞാൻ ശ്രമിക്കുന്നുണ്ടാ, കാശ് കയ്യിൽ വരാത്തോണ്ടല്ലേ. അല്ല, നിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും കുറച്ചെന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഞാനതങ്ങ് തിരിച്ചു തന്നാ മതിയല്ലോ. ആഹാ, അതും കണ്ടുപിടിച്ചോ? കൊള്ളാലോ ബാലേട്ടന്റെ ഐഡിയ. അതാ ബാലേട്ടന്റെ ഐഡിയ അല്ലേ? ഒന്നും ചെയ്യാതങ്ങ് അനങ്ങാതിരിക്കുക. അവസാന നിമിഷം ഞാൻ എന്തെങ്കിലും ചെയ്ത് ലോൺ അടച്ച് എല്ലാവരും രക്ഷപ്പെടുത്തുക അല്ലേ? ഇനി അത് നടക്കത്തില്ല ബാലേട്ട. ബാലേട്ടന്റെ വിഹിതം ബാലേട്ടൻ കണ്ടെത്തിയേ പറ്റൂ. ഇത്രയും പ്രായമായിട്ടും കുറച്ച് കടമല്ലാതെ 10 പൈസ സമ്പാദിക്കാൻ ബാലേട്ടന് പറ്റിയോ?